ഗുഡ് മോർണിംഗ് ടീ അതിൽ പരിചിതമായിട്ടുള്ളൊരു മുഖം ഉണ്ടല്ലോ, ആരാ അത്? അടുത്ത ലീഡ് ക്യാരക്ടർ അത് പ്രാഞ്ചേട്ടനിൽ സെയിൻ്റായിട്ട് വരുന്ന ജെയ്സി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അത് പ്രാഞ്ചേട്ടനിൽ വരുന്നതിന് മുമ്പാണ്, എനിക്ക് ഒരു വർഷം ഞാൻ ചെയ്തിട്ട് മുമ്പാണ്. ഞങ്ങളത് ഈ പോണ്ടിച്ചേരിയിൽ നിന്ന് ഹണ്ട് ചെയ്ത് വെക്കിയതാണ്. ഭീമയുടെ പരസ്യത്തില് പാട്ട് ജബാർ എഴുതിയതാണോ? അതെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആഡിന് വരികൾ എഴുതുമ്പോൾ എനിക്ക് എപ്പോഴും അതൊരു, ഞാൻ മിക്കവാറും നമ്മുടെ നിലവിലുള്ള എല്ലാവരെയും യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ വരികൾ എഴുതുമ്പോൾ പലപ്പോഴും നമ്മുടെ ആശയം ഉണ്ടാക്കുന്നത് നമ്മളായതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ എത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരികൾ എത്തത്തില്ല, അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ. ആകെ 4 ലൈനല്ലേ, ഈ 4 ലൈനിൽ ഇതെല്ലാം ഉൾക്കൊള്ളണം. അതിനകത്ത് അപ്പോൾ മിക്കവാറും എല്ലാ ജിംഗിളിൻ്റെയും ഫസ്റ്റ് ലൈൻ ഞാൻ തന്നെ ഉണ്ടാക്കും. കാര്യം അതാണ് അതിൻ്റെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ ലൈൻ, അതായിരിക്കും. കാര്യം അതാണ് അതെന്താണെന്ന് വെച്ചാൽ ഞാനത് ഈ റൈറ്ററോട് പറയുമ്പം ഇതാണ് എൻ്റെ ഫീൽ എന്ന് പറയാൻ വേണ്ടി പറയണതാണ്. ഞാൻ ആക്ച്വലി ചിറ്റൂർ ഗോപിയെ കൊണ്ട് എഴുതാൻ ശ്രമിച്ചു. അതിനകത്ത് ചിറ്റൂർ ഗോപി എഴുതിയ വരിക ഇതിൽ ഞാൻ അവളുടെ മനമാകെ ഞാൻ പറയുക, അതിൻ്റെ ബാക്കി വരികൾ പുള്ളി എഴുതിയ. ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ പവനെതിരും ഭീമ എന്നുള്ള ലൈൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് അദ്ദേഹത്തിൻ്റെതാണ്. മേജറായിട്ട് DOPs ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? ഞാൻ ആദ്യത്തെ വർക്കിലൊക്കെ ഞാൻ തന്നെ, ഈ പറഞ്ഞ ആദ്യത്തെ ആഡിനൊക്കെ ഞാൻ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 3-4 വർക്ക് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ രാജീവ് മേനോനായിട്ട് പരിചയപ്പെടുകയും, രാജീവ് മേനോനാണ് എനിക്ക് രവി കേച്ചൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. രവിയായിരുന്നു രാജീവ് മേനോൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ രവി കേച്ചൻ തന്നെ കുറേ വർക്കുകൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തിരു വന്നു, മണികണ്ഠൻ വന്നു, ഓംപ്രകാശ് പിന്നെ റീസെൻ്റ്ലിയാണ്. രവിയുടെ തന്നെ അസിസ്റ്റൻറ്റ് രവിവർമ്മന് ബ്രേക്ക് കൊടുക്കണ ഞാനാണ്, ഫസ്റ്റ് ആഡൊക്കെ ചെയ്യിപ്പിക്കണതൊക്കെ. പിന്നെ ഈ ബിക്കം എ ബിഗ് ക്യാമറമാൻ ആവും, ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ വന്ന് പോയിട്ടുണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിൽ എസ് കുമാർജി ഉണ്ടായിരുന്നു. ഭീമയുടെ തന്നെയല്ലേ ഒരു വെള്ളത്തിന് മീതൊക്കെ ഒരു മോഡൽ നടന്നു വരുന്നത്. അത് എല്ലാവരും, ഞാനും അടക്കം വിചാരിച്ചുകൊണ്ടിരുന്നത് അതെന്തോ ഗ്രാഫിക്സ് ടെക്നിക്കാണെന്നാണ്. പക്ഷെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ അതെങ്ങനെയായിരുന്നു അത് ചെയ്തത്? അത് ആക്ച്വലി ഇതിന് എൻ്റെ ആഗ്രഹം അത് മാലദ്വീപ് വെച്ച് ഷൂട്ട് ചെയ്യാൻ നടക്കാം. കാരണം മാലദ്വീപ് ഞാൻ കുറേ യാത്രകൾ നടത്തിയിട്ടുണ്ട്. മാലദ്വീപ് ടൂറിസ്റ്റിന് വേണ്ടി ഞാൻ ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാലദ്വീപിൽ എനിക്ക് മാലദ്വീപിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ എനിക്കൊരു നല്ലൊരു അനുഭവമുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ബ്യൂട്ടി വരുന്ന ഒരാട് ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ മാലദ്വീപിൽ നമുക്ക് ഒരു സപ്പോർട്ടും ഇല്ല, ഫിലിമി സപ്പോർട്ടൊന്നുമില്ല, എല്ലാം നമ്മളിവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ ഇത് ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിനൊക്കെ മേലോട്ട് പോകുന്നു. അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യാൻ തന്നെ ഐഡിയ ഞാൻ ഇട്ടു, ഇങ്ങനെ ആശയം. അങ്ങനെ ഞാൻ എൻ്റെ ബാങ്കോക്കിലെ കോർഡിനേറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പട്ടായയിൽ ഇതുപോലത്തെ ഐലൻഡ്സ് ഉണ്ട്, ഞാൻ ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ അയച്ചിരുന്നു. കണ്ടപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നി. ഞാനും എൻ്റെ കൂടെ എഡിറ്ററും വന്നിരുന്നു, വെറുതെ ഞാൻ. പക്ഷെ അത് പോയി കാണുമ്പോൾ ആ ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ അവർ ടൂറിസ്റ്റ് ഒക്കെ വന്ന് പോണ ലോക്കൽ ഐലൻഡ്സാണ്. അത് ചുമ്മാ ഡേർട്ടി ആയിട്ട് കിടക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്ന സെറീൻ ഫീൽ കിട്ടത്തില്ല. അവർ പറഞ്ഞ് വേറെ ഐലൻഡ്സ് ഉണ്ട്, പക്ഷേ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ സ്പീഡ് ബോട്ട് എടുത്ത് ഞങ്ങൾ പോയി. അങ്ങനെ ഐലൻഡ് ഹണ്ട് ചെയ്യണം, ഒരു 3-4 ഐലൻഡ് 1.5 മണിക്കൂറോളം ഇങ്ങനെ സീ കൂടെ കറങ്ങിയാണ് കണ്ടുപിടിച്ച്. അപ്പോൾ അത് ആക്ച്വലി അവരുടെ ബോർഡർ ഐലൻഡായിരുന്നു. അപ്പോൾ അവിടെ ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടും, അവിടെ പട്ടാളക്കാരൊക്കെ ഉണ്ട്, കുറച്ച് ടീം. താമസ സ്ഥലമൊന്നുമില്ല, അവർക്ക് താമസിക്കാനുള്ള ചെറിയ സംഭവം. അവിടെ പോയി പെർമിഷൻ അവിടെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെടുത്ത് വന്നു എങ്ങനെയോ, അങ്ങനെ അവിടെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ. അതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ വെള്ളത്തിൻ്റെ മേളിൽ തന്നെ 3 അടി വെള്ളം ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ ഒരു ഐഡിയ ഉണ്ട്, അതൊക്കെ ചെറിയ വേരിയേഷൻ വരും. ആ 3 അടിയിൽ മറ്റേ അക്രിലിക് റാമ്പ് ഇവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ട് പോകും ഞങ്ങൾ 2-3 പീസാക്കിയിട്ട്. ആ റാമ്പ് വെള്ളത്തിൽ ഇറക്റ്റ് ചെയ്തു, സ്റ്റീൽ ഇതിനകത്ത് ഇറക്റ്റ് ചെയ്തിട്ട് സ്റ്റീൽ റോഡ്സിലാണ്. അപ്പോൾ അത് സീൽ എങ്ങനെ നിൽക്കും വെള്ളത്തിൽ? ഇങ്ങനെ എ പൊസിഷനിലാണെങ്കിൽ നിന്നോളൂ, വെള്ളത്തിൽ നിന്നോളൂ. അതും വേവ്സ് അധികം ഇല്ലാത്ത സ്ഥലമാണോ? അതന്നെ, അത് ഷാലോ വാട്ടറാണ്. എപ്പോഴും ഈ ഐലൻഡിന് ഒരു സൈഡിലെ വേവ് കാണുള്ളൂ, ഒരു സൈഡ് ഷാലോ ആയിരിക്കും. കാരണം വേവ് വരുന്നതിന് ഓപ്പോസിറ്റ് എപ്പോഴും ഷാലോ ആയിരിക്കും. അവിടെ എപ്പോഴും ഡെപ്തും കുറവായിരിക്കും. 1 കിലോമീറ്ററോളം ഡെപ്ത് കുറവാണ്, ഒരു 3 അടി വെള്ളമേ ഉള്ളൂ. ഇടയ്ക്ക് വേവിൻ്റെ എഫക്റ്റ് കയറി വരും, അപ്പം നിൽക്കാൻ പറ്റില്ല കുട്ടിക്ക്. അപ്പം ഞങ്ങൾ ഇറക്കും, 2 പേര് പോയി ഷോൾഡറിൽ എടുത്തുകൊണ്ട് വരും. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഈ അത് റാമ്പ് വാക്ക് ഇതിവിടെ നിന്ന് കൊണ്ടുപോയി എൻ്റെ മേളിൽ അവിടെ കൊണ്ട് ഇറക്റ്റ് ചെയ്തു. ഈ അതിനനുസരിച്ച് ഇപ്പോൾ 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ അതിനുള്ള സിസ്റ്റമൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കി ഞങ്ങൾ പോയത്. ഞങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വെള്ളത്തിൻ്റെ 1 ഇഞ്ച് താഴെ റാമ്പ് നിർത്താൻ പറ്റും, വേരിയേഷൻ അനുസരിച്ച്. പണിയുണ്ട്, എഫേർട്ടുണ്ടായിരുന്നു. ആ ടീം തന്നെ 3-4 പേരുണ്ടായിരുന്നു.
അതിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ, കാര്യം നമ്മൾ ജുവലറി ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഈ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ജുവലറി അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു വശങ്ങൾ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലോങ് ഷോട്ടിൽ ജുവലറി വ്യത്യാസമുണ്ട്, പക്ഷേ അത് മോക്കപ്പ് ഉണ്ടാക്കിയായിരുന്നു, വില കുറഞ്ഞ ജുവലറി ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു. ക്ലോസപ്പിൽ കാണിക്കുന്നത് ഒറിജിനൽ ഡയമണ്ട് ജുവലറിയാണ്. അത് നമ്മൾ ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്യുക. ജബാറിൻ്റെ ഓഫീസിൽ വന്നപ്പോൾ ആഡ് ഫിലിം മേക്കേഴ്സിൻ്റെ ഫോട്ടോ ഒന്നുമല്ല, സത്യജിത്രയുടെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. അല്ല, സിനിമ താല്പര്യം, ഡ്രീം സിനിമ തന്നെ. പിന്നെ എന്തുകൊണ്ട് സിനിമ സംഭവിക്കുന്നില്ല ഇപ്പം? എൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ സിനിമ നടക്കുന്നുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് കൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ അഡ്വർടൈസിങ് വ്യക്തിയെ കണ്ടില്ലായിരുന്നെങ്കിൽ സിനിമയിലായിരുന്നേനെ. ഇതിനിടയ്ക്ക് സിനിമ ചെയ്യണമെന്ന് തോന്നും, പലപ്പോഴും തോന്നി. ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്തത് അറിയാമല്ലോ, അതിനെ അറ്റത്ത് എത്തിക്കാൻ പറ്റില്ല. അതോടെ എനിക്ക് സിനിമ വെറുത്തു. സിനിമ വെറുതെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും സിനിമയുടെ ഇന്നർ പ്ലേസിനോട് എനിക്കിപ്പോഴും വെറുപ്പാണ്. പക്ഷെ അതില്ലാതെ സിനിമ ഇല്ല, അത് വേറെ കാര്യം. മനസ്സിലേതെങ്കിലും ഒരു തീമുണ്ടോ? ഞാൻ കുറേ എഴുതി വെക്കാറുണ്ട്, ഞാൻ കുറേ കാര്യങ്ങൾ എഴുതാറുണ്ട്. തിരക്ക് തന്നെ പ്രശ്നം. അപ്പോൾ ഒരു ക്ലാസ് ആയിട്ടുള്ള സിനിമ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.